രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ച് 20 പേർ വെന്തു മരിച്ചു. 16 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടെ ജയ്സൽമറിൽ നിന്നും ജോധ്പൂരിലേക്ക് പോകുന്ന വഴിക്കാണ് അപകടമുണ്ടായത്. 19 പേർ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നും ഒരാൾ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 57 യാത്രക്കാരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. ബസ് യാത്രയ്ക്കായി പുറപ്പെട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ പുകയും തീയും ഉയരുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുക ഉയർന്നതിനെ തുടർന്ന് ഡ്രൈവർ ബസ് നിർത്തിയെങ്കിലും തീ അതിവേഗം ആളിപ്പടരുകയായിരുന്നു. മരിച്ചവരുടെ DNA പരിശോധന നടത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബസിന്റെ പിൻഭാഗത്ത് നിന്ന് പുക ഉയർന്നതോടെ ബസ് നിർത്തി ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തീ അതിവേഗത്തിൽ പടർന്നതാണ് ആളപായത്തിന് ഇടയാക്കിയത്. ഗ്രാമവാസികളും മറ്റു വാഹനയാത്രക്കാരും ചേർന്ന് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കി. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചു. ഗവർണർ ഹരിഭായ് ബഗാഡെ, മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എന്നിവരും അനുശോചനം അറിയിച്ചിട്ടുണ്ട്.